ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്വന്തം കഥ ആനന്ദൻ നടനം കേട്ട് തുടങ്ങാം. ഫോൺ രാത്രി റിങ് അടിക്കുന്ന കേട്ടാണ് ആനന്ദൻ ഉണർന്നത്. ഈ സമയത്ത് ആരാണെന്ന് ഓർത്ത് അവൻ ഫോൺ എടുത്ത് സ്ക്രീനിൽ തെളിഞ്ഞ് പേര് കണ്ടതും അവന് നല്ല ദേഷ്യം വന്നു. രക്ഷ. അവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ പിന്നെയും പക്ഷേ റിങ് അടിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യത്തോടെ അവൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? എന്തിനാ ഈ കിടന്ന് വിളിക്കുന്നത്? പെട്ടെന്ന് ഓപ്പോസിറ്റിൽ നിന്ന ആൾ നിശബ്ദയായിട്ട് പറഞ്ഞു, അന്തേട്ടാ, ഞാനിത് ചാരുവാണ്. രക്ഷ എന്തോ സ്വപ്നം കണ്ട് അന്നേരം തുടങ്ങിയ കരച്ചിലാണ്. ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. അനന്തേട്ടൻ എന്തോ ആപത്ത് പിണഞ്ഞു എന്ന് പറഞ്ഞാണ് കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവൾ ഫോൺ രക്ഷയ്ക്ക് കൈമാറി. അവൻ പതുക്കെ വിളിച്ചു, ഒരുപാടേറെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ. കാരണം ഇപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ. രക്ഷ. ആ ഒരൊറ്റ വിളിയിൽ അവൾ ആർത്തലച്ച് മഴ പോലെ അങ്ങ് പെയ്തിറങ്ങി. അനന്തേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് പാടുപെടേണ്ടി വന്നു അനന്തന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. ആ കരച്ചിലിൽ നിന്ന് അവനൊരു കാര്യം ബോധ്യമായി. താൻ മനസ്സിലാക്കിയതിനപ്പുറം ദശ തന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. അതാണ് ഈ സങ്കടത്തിന് കാരണം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടി ഒരിക്കലും അത് താങ്ങില്ല എന്ന സത്യം അതോടെ അവൻ തിരിച്ചറിയുകയായിരുന്നു. ഒരുപാട് നേരം അവൻ അവളോടൊപ്പം ചെലവഴിച്ച് ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവസാനമാണ് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അനന്തൻ ഫോൺ വെച്ചത്. അപ്പോഴും അവിടെ സങ്കടത്തോടെയുള്ള ഏങ്ങൽ അവൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടേയിരുന്നു. അവളിൽ നിന്ന് താൻ എത്ര അകലാൻ കുതിക്കുന്നു അത്രയും കൂടുതൽ അവളിലേക്ക് താനും അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യം അനന്തൻ തിരിച്ചറിയുകയായിരുന്നു. ഒരു വേള അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി ലാളിച്ച് തന്നെ ഉറക്കിയേനെ. അത്രയ്ക്കും ഇപ്പോൾ അവളെ താനും സ്നേഹിക്കുന്നു. പിറ്റേന്ന് നേരം വളരെ വൈകിയാണ് അനന്തൻ എഴുന്നേറ്റത്. അമ്മ നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്ന് മീനുട്ടി വിളിച്ചുണർത്തി. ഇന്ന് രാഹുലും മീരയും എത്തുന്ന ദിവസമാണ്. അവർ പട്ടണത്തിൽ നിന്ന് ഗ്രാമം കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായി അവർ രണ്ടുപേരും. അവർ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആനന്ദൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സമയം 10 മണി. അയ്യോ! അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഇതേ സമയം ചെമ്പട്ടുമനെ ദക്ഷയും എഴുന്നേറ്റു. അവിടെ മുഖം കരഞ്ഞ് കൺപോളുകൾ തടിച്ച് മുഖം വീങ്ങിയും വല്ലാതെ വീങ്ങിയും കാണപ്പെട്ടു. അവൾ എഴുന്നേക്കുന്നത് നോക്കി കൂട്ടുകാരികൾ അവിടെ തൊട്ടിരിക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇതിനോടകം വീണ പലതവണ ദക്ഷയെ തിരക്കി എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം ചുളിഞ്ഞു. ഇതൊന്നും പതിവില്ലല്ലോ, ഇന്ന് എന്തു പറ്റി? സപ്പത്തേക്ക് ശരിക്കും കൂട്ടുകാരികൾ കൂടി എത്തിയിട്ടുള്ള സമയത്ത് കൂടിയും അവൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്താണെന്നാണ് അവർ അതിശയത്തോടെ ചിന്തിച്ചത്. ഈ ഉറക്കം എന്തുകൊണ്ടാണെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. അവർ ഉറങ്ങിയ മുറി വീണയും രുദ്രയും ഉറങ്ങുന്ന റൂമിൽ നിന്നും വളരെ അകലെ ആയിരുന്നതുകൊണ്ട്, വളരെ ദൂരെ ആയിരുന്നതുകൊണ്ട്, തറവാട് വീടായതുകൊണ്ട് തന്നെ അത് ഒരുപാടേറെ മുറികളുള്ള വീടാണ്. അത് മാത്രമല്ല ദക്ഷയും കൂട്ടുകാരികളും ഉറങ്ങിയത് 2ാം നിലയിലാണ്. താഴെ അവർ ഉറങ്ങിയത് കൊണ്ട് അവർക്ക് ഇവിടെ നടന്നിരുന്ന രാത്രി നടന്ന ഒരു കാര്യങ്ങളും വീണയും രുദ്രനും അറിഞ്ഞിട്ടില്ല. ദക്ഷ എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞു. കണ്ണാടിയിൽ സ്വന്തം പ്രതിരൂപം കണ്ട അവൾ വീണയോട് എന്ത് ഉത്തരം പറയുമെന്നറിയാതെ വല്ലാതെ കുഴഞ്ഞു. ഉറപ്പായും തന്നെ മുഖം കണ്ട അമ്മ ചോദിക്കും തനിക്കെന്ത് സംഭവിച്ചു എന്നുള്ളത്. എന്തെങ്കിലും കള്ളം കണ്ടെത്തണം അവൾ മനസ്സിൽ ആലോചിച്ചു. ഭക്ഷണം കഴിക്കാനായി 4 സംഘം താഴെ എത്തി. ദക്ഷയുടെ മുഖം കണ്ടതും വീണ ആശങ്കയോടെ അവളെ സമീപിച്ച് നെറ്റിയിൽ കൈയൊക്കെ വെച്ച് നോക്കി. പനി വല്ലതുമുണ്ടോ എന്ന്. അതെ, എന്തു പറ്റിയാ ചുട്ടി നിനക്ക്? അവർ തിരക്കി. ഒന്നുമില്ലമ്മ, ഇന്നലെ കുറച്ച് ഏറെ താമസിച്ചാണ് വർത്താനം പറഞ്ഞിരുന്ന് ഉറങ്ങിയത്. അതുമാത്രമല്ല വല്ലാത്ത തലവേദനയും ഉണ്ടായിരുന്നു. അതാ അമ്മേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേനും മാറാവുന്നതേ ഉള്ളൂ. അവൾ വീണയെ സമാധാനിപ്പിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ നേരെ കുളത്തിൽ കുളിക്കാൻ പോയി. ഒന്ന് നീന്തി തുടിച്ച് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ദക്ഷ ഓക്കെ ആയിരുന്നു. 4 സംഘം ഒരുങ്ങി കാഴ്ച കാണാൻ പുറത്തേക്ക്. ആദ്യം പോയി മീനുട്ടിയെ ഒന്ന് വിളിക്കണം. അതിനായി അവൾ ഫോണെടുത്ത് മീനുട്ടിയെ വിളിച്ചു. മീനുട്ടി രാവിലെ തിരക്കിലാണ്. രാഹുലും മീര എത്തുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തിരക്കിലാണ്. 2-3 തവണ ഫോൺ അടിച്ചിട്ടാണ് അവൾ എടുത്തത്. ഹലോ ഡി, ഞാൻ ദക്ഷയാ. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരികളും കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ തീരുമാനിക്കുന്നു. ഗ്രാമം മുഴുവൻ ഒന്ന് കറങ്ങുന്നു. നീ ഉണ്ടാവുമല്ലോ കൂടെ? ഞാൻ നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരാൻ പോവുകയാണ്. ഓ ഇല്ലടി, ഇന്നിവിടെ രാഘലേട്ടനും മീര ചേച്ചിയും വരുന്നുണ്ട്. ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഞങ്ങളും വരുന്നുണ്ട് നാട് കാണാൻ. എവിടെയെങ്കിലും വെച്ച് നമുക്ക് കൂട്ടിമുട്ടാം. അവൾ മറുപടി പറഞ്ഞു. ആരാ ഈ രാഘുലേട്ടനും മീര ചേച്ചിയും? ദക്ഷ എടുത്തു ചോദിച്ചു. അതോ,
അത് ഏട്ടൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെന്ന് പറയണ്ട, സ്വന്തം സഹോദരനാണെന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെയും ഏട്ടനാണ്, അപ്പോൾ നിൻ്റെയും ഏട്ടനായിരിക്കില്ലേ. അവൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. ദക്ഷയൊന്ന് ചിരിച്ചു, എന്നിട്ട് ഫോൺ വെച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, വരൂ നമുക്ക് പോകാം, അവൾക്കിന്ന് വീട്ടിൽ വിരുന്നുകാരുണ്ട്, അവർ ഈ നാട് കാണാൻ വരികയാണ്, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടാം. 11 മണിയോടെ രാഹുലും മീര എത്തിച്ചേർന്നു. അനന്തരം മീനൂട്ടിയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്, അവരോടൊപ്പം ഗ്രാമം കാണിച്ചു കൊടുക്കാനായിട്ട്. രാഹുലിനെ കണ്ടതും മീനുട്ടി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവൻ അവളെ നെഞ്ചോട് ചേർത്തു. ആഹാ, എൻ്റെ മണിക്കുട്ടി ഒരുപാട് സുന്ദരിയായിരിക്കുന്നല്ലോ. രാഹുൽ അവളെ കാണാൻ തുടങ്ങിയ കാലം മുതൽ മണിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അവൾ നാണത്തോടെയും ചിരിച്ചു. 4 പേരും അകത്ത് കയറി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല പുട്ടും കടലയും പപ്പടവും പഴവും ചായയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. അമ്മയുടെ യാത്ര പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. നേരെ അമ്പലത്തിലേക്ക്. ആദ്യം ദൈവം, അത് കഴിഞ്ഞ് ആദിത്യപുരം ഗ്രാമം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കാണണം. 4 പേരും ഇഷിക്കാവിലെത്തി. കൈകുപ്പി നിന്ന് കണ്ണുകളടച്ച് അനന്തൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഇഷിക്കാവിലമ്മേ, എൻ്റെ ദക്ഷയെ കാത്തോളമേ, ഞാൻ കാരണം അവിടെ കണ്ണുകൾ നിറയാൻ ഒരിക്കലും ഇടവരുത്തരുതേ. പറഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കിയത് നേരെ ദക്ഷ. തൊട്ടരികിൽ നിന്ന് സ്വയം മറന്ന് ഒന്നും അറിയാതെ നിന്ന് പ്രാർത്ഥിക്കുന്ന ദക്ഷയിലാണ് കണ്ണുകൾ ഒടുക്കിയത്. ദക്ഷ സ്വയം മറന്ന് നിന്ന് അനന്തന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞു വല്ലാതെ ഒഴുകുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൾ ദാമോദരനോട് പറഞ്ഞു, അച്ഛേ, നമുക്കേ യശ്യമ്മയുടെ അടുത്ത് പോയിട്ട് ഗ്രാമം കാണാൻ പോയാൽ മതിയെന്ന്. അങ്ങനെ നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. വന്നപ്പോഴേ അവൾ കണ്ടിരുന്നു അനന്തനെ ആ തൊട്ടരികിൽ ചെന്നിരുന്ന് യശ്യമ്മയോട് എൻ്റെ പ്രാണനെ കാത്തോളണേ എന്ന് പറയുമ്പോഴും വിതുമ്പാതിരിക്കാൻ ദക്ഷവല്ല അത് പണിപ്പെട്ടു. കാരണം ഇന്നലെ രാത്രിയിലെ സ്വപ്നം അത്രയേറെ അവളെ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അനന്തൻ തന്നെ മറന്ന് അവളെ തന്നെ നോക്കി നിന്നു. പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കിയ മീര, രാഹുൽ, മീനുട്ടി, ചാരു, അഫ്സാന, കീർത്തി ഇവർ കാണുന്നത് സ്വയം മറന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന ദക്ഷ. അവളെ തന്നെ നോക്കി. ഇതൊന്നും ഈ ലോകമേ തൻ്റെ മുന്നിലില്ല എന്ന മട്ടിൽ നിന്ന് സ്വയം മറന്ന് അവളെ തന്നെ നോക്കുന്ന അനന്തന്. ഒറ്റ രാത്രി കൊണ്ട് ഇവൾ തനിക്ക് പ്രാണനായി തീർന്നിരിക്കുന്നു അവനോർത്ത്. അന്ന് ആദ്യമായി അവൻ അവളോട് അടങ്ങാത്ത പ്രണയം തോന്നി. ഇവളെ തൻ്റെ പ്രാണൻ്റെ പ്രാണനായി കരുതി തന്നെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കണമെന്നും അനന്തന് തോന്നിപ്പോയി. ഹേയ്, വിളി കേട്ടാണ് അവന് പെട്ടെന്ന് പരിസരബോധമുണ്ടായത്. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ദക്ഷ കണ്ണു തുറന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. ഒരു നിമിഷം ആ കണ്ണുകൾ അനന്തൻ്റെ കണ്ണുകളുമായിട്ട് ഒന്നുടക്കി. തൊട്ടടുത്ത നിമിഷം ആ കണ്ണുകൾ രാഹുലിലും മീരയിലും ചെന്നുടക്കി. അവൾ അവരെ തന്നെ നോക്കി ഹാർദവമായിട്ട് ഒന്ന് ചിരിച്ചു. ഒരുപാട് കാലം പരിചയമുള്ള വ്യക്തിയെപ്പോലെ രാഹുലും മീരയും അവളെ അതിശയത്തോടെ നോക്കി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, എന്തൊരു ഭംഗിയാണ് ഇവളെ കാണാൻ. അനന്തനും ദക്ഷയും 2 പേരും ഒരുപാട് ചീർച്ചയുണ്ട്. അപ്പോഴേക്കും അവരുടെ അരികിൽ ദക്ഷ എത്തിയിരുന്നു. രാഹുലേട്ടൻ, മീര ചേച്ചി. അവർ മൂവരും അത്ഭുതത്തോടെ അവളെ നോക്കി. അനന്തൻ ഓർത്തു, ഇവൾക്ക് ഇവരെ എങ്ങനെ അറിയാം? രാഹുലും മീരയും ചിരിച്ചു. പിന്നെ ചിരപരിചിതരെ പോലെ 3 പേരും സംസാരമായി. ബാക്കി എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അനന്തനാണെങ്കിൽ കിളിപോയ അവസ്ഥയിലായിപ്പോയി. അവൾക്കിനി നേരത്തെ ഇവരെ എങ്ങനെ അറിയൂ? അതാണ് അവൻ ചിന്തിച്ചത്. അപ്പോഴാണ് മീനൂട്ടി വന്ന് അവളെ പുണർന്നത്. ആഹാ, നീ ഇവരുമായിട്ട് ഇത്ര പെട്ടെന്ന് കൂട്ടായോ? അവൾ ചിരിച്ചു. നീ പറഞ്ഞതെന്താ, ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എൻ്റെ ഏട്ടനാണെന്നല്ലേ? അപ്പോൾ ഞാൻ കൂട്ടാവണ്ടേ? അവൾ തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് അനന്തനെല്ലാം കത്തിയത്. എല്ലാവരും കാവിന് പുറത്തേക്ക് വന്നു. പിന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. അനന്തനെല്ലാം നോക്കി അത്ഭുതത്തോടെ നിന്നു. അവൾ എത്ര പെട്ടെന്നാണ് ആൾക്കാരുമായിട്ട് കൂട്ടാവുന്നത്. ഇപ്പോൾ തനിക്കും അവൾ പ്രാണനല്ലേ? ഇടയ്ക്ക് രാഹുൽ കണ്ടിരുന്നു ദക്ഷയെ തന്നെ കണ്ണിമിച്ച് നോക്കി നിൽക്കുന്ന അനന്തനെ. അവൻ ചിരിയോടെ ദക്ഷയെ കണ്ണ് കാണിച്ചു, ദേ നോക്കിക്കോ എന്ന് മട്ടിൽ. അപ്പോഴേക്കും അവരെ കാണാതെ ദാമോദരേട്ടനും തിരക്കിയെത്തി കഴിഞ്ഞിരുന്നു. ദാമോദരൻ എല്ലാവരെയും പരിചയപ്പെട്ടു. പിന്നെ എല്ലാവരും ഒരുമിച്ചായി യാത്ര. അനന്തൻ്റെ കയ്യിൽ പിടിച്ച് മീരയെങ്കിൽ രാഹുലിൻ്റെ കയ്യിൽ പിടിച്ച് മീനു അച്ചൂട്ടിയും അമ്പലത്തിലെ ചിറയിൽ വിരിഞ്ഞു നിൽക്കുന്ന അമ്പലം താമരയും കണ്ടതും അത് തനിക്ക് വേണമെന്നായി ദക്ഷ. അവിടെ ചിറയിൽ കുളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കൊണ്ട് അനന്തൻ അത് പൊട്ടിച്ചവൾക്ക് കൊടുക്കുകയും ചെയ്തു. അനന്തൻ അത് അവിടെ കയ്യിൽ കൊടുത്തപ്പോൾ സന്തോഷം കണ്ട് അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. പിന്നെ ഉള്ളിച്ചിരിച്ചു. കൂടെ ആളുള്ളത് കൊണ്ടാവാം അവനോട് ആവശ്യമില്ലാതെ മിണ്ടാനോ അവൻ്റെ അടുത്തേക്ക് വരാനോ ഒന്നും ആ കുട്ടി തയ്യാറായിട്ടില്ല. അതൊക്കെ ദക്ഷയിലെ നല്ല സ്വഭാവം വെളിപ്പെടുത്തുന്നതായിരുന്നു. എല്ലാവർക്കും അനന്തനെയും ദക്ഷയും ഒരുപാട് ഇഷ്ടമായി. കുന്നം മലയും കാവും വയലുകളും വീതിയുള്ള വയൽവരമ്പുകളും എല്ലാം ഒരുപാട് ആസ്വദിച്ച് അവർ ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നു.
ഇടയ്ക്കെപ്പോഴോ അരുവി കണ്ടപ്പോൾ രക്ഷ നേരെ ചാടി അരുവിയിലേക്ക് ഇറങ്ങി. പിന്നെ എല്ലാവരും അനന്തനും രാഹുലും അരുവിക്കരയിൽ ഇരുന്ന് വർത്താനം പറയാൻ ആരംഭിച്ചു. പെൺപടകൾ മുഴുവൻ ചാടി വെള്ളത്തിലിറങ്ങി. പെൺകുട്ടികളെല്ലാം വെള്ളത്തിൽ തിമിർത്ത് തകർത്തു. ഇടയ്ക്കിടയ്ക്ക് അനന്തൻ്റെ കണ്ണുകൾ അവിടെ തേടിയെത്തുന്നുണ്ടായിരുന്നു. അവനറിയില്ലല്ലോ, അവിടെ കണ്ണുകൾ എത്ര ദൂരത്താണെങ്കിലും അവിടെ മനസ്സും അവിടെ ചിന്തകളും അവിടെ കണ്ണുകളും അവിടെ സ്വപ്നങ്ങളും എല്ലാം അനന്തൻ മാത്രം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് പാവം അനന്തൻ അറിയില്ലല്ലോ. അവൻ കൂടെയുള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ഇത്രയധികം സന്തോഷവതിയായിരിക്കുന്നത്. തൻ്റെ ജീവനായി പ്രാണനായി കരുതുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കാത്തതായി ആരാണുണ്ടാവുക? അവിടെ കണ്ണുകൾ അറിയാതെ അവനെ തേടിച്ചെന്നു. അനന്തൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ എപ്പോഴൊക്കെയോ കൂട്ടിമുട്ടി. നാണത്തോടെ അവൾ മുഖം കനിച്ചു. അപ്പോഴാണ് അവൻ അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത്. ധാവണി നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. ആ വേഷത്തിൽ അവളെ മറ്റൊരാൾ കാണുന്നതോ നോക്കുന്നതോ അവൻ ഓർക്കാൻ കൂടി വയ്യ. അവൻ്റെ മുഖം മാറി. വല്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യം എപ്പോഴോ കണ്ടു. അനന്തൻ്റെ മുഖം മാറിയിരിക്കുന്നു. ദേഷ്യം കൊണ്ട് മുഖം വല്ലാതെ ചുമന്നിരിക്കുന്നു. എന്തിനാണെന്ന് മാത്രം പാവം ദേഷ്യയ്ക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ബാക്കി നാളെ കേൾക്കാം.